കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് തീവണ്ടി തടഞ്ഞ് പ്രതിഷേധിച്ചു. പാളത്തിൽ നിലയുറപ്പിച്ച പ്രവർത്തകരെ ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഇന്ധനവില വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ട്രെയിൻ തടയൽ സമരം നടത്തിയത്. രാവിലെ 11:45 റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇന്റർസിറ്റി എക്സ്പ്രസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയായിരുന്നു. ഇന്ധന വില വർധനവ് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ഈ തീരുമാനം പിൻവലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അംബാനിയുടെയും അദാനിയുടെയും കയ്യിലെ ടിഷ്യൂ പേപ്പറിന്റെ വില പോലുമില്ലാത്ത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയെന്ന് പ്രദീപ് കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷനായി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ട്രെയിൻ തടയൽ പ്രതിഷേധം നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 2.5 രൂപയിലധികമാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 11 ദിവസത്തിൽ 5 പ്രാവശ്യത്തിലധികം വില വർദ്ധിപ്പിച്ചുകൊണ്ട് 7 രൂപയിലധികം, അത് ടാക്സ് ഉൾപ്പെടെ 10 രൂപയിലധികമാണ് ഈ കഴിഞ്ഞ 11 ദിവസത്തിനകത്ത് ഈ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനൂപ് കല്യോട്ട്, മാർട്ടിൻ ജോർജ്, വിനോദ് കപ്പിത്താൻ, റാഫി അടൂർ, രജിത രാജൻ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഷിബിൻ ഉപ്പിലിക്കൈ, ആബിദ് അടച്ചേരി, ജുനൈദ് ഉറുമി, മണ്ഡലം പ്രസിഡന്റുമാരായ HR വിനീത്, അനൂപ് ഓർച്ച, ജതീഷ് കായക്കുളം, മുഹമ്മദ് മലന്തൂർ, വിഷ്ണു കാട്ടുമാടം, ഭാഗ്യലക്ഷ്മി സുരേഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.